നെക്സ്റ്റ് ഈസ് പൾമണറി ഇഡിമ. പൾമണറി ഇഡിമയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇഡി ലീഡ്സ് ടു കഫ് ആൻഡ് ലീഡ്സ് ടു സ്പിറ്റ്. ഈ സംഭവം പറയുന്നത് പൾമണറി ഇഡിമയിലാണ് പ്രത്യേകമായിട്ടുള്ള ആ സിംറ്റം ഉള്ളത്. കഫ് കഫ് കഫ്, സ്പിറ്റ് സ്പിറ്റ് സ്പിറ്റ്. ഇത് കാണുന്നത് പൾമണറി ഇഡിമയിലാണ്. അപ്പോൾ പൾമണറി ഇഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ലങ്സ്. പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറയിൽ ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് വാട്ടർ ഇൻ ലങ്സ് ആണ് പൾമണറി ഇഡിമ. വാട്ടർ എന്നല്ല നമ്മളതിനെ ഫ്ലൂയിഡ് എന്നാട്ടോ പറയേണ്ടത്. ഫ്ലൂയിഡ്, അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ലങ്സ്. മെയിനായിട്ട് ഇത് ഇതിൻ്റെ കോസറ്റീവ് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസറ്റീവ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ലങ്സിൽ വെള്ളം കിട്ടുന്നത്? ദ മോസ്റ്റ് കോമൺ കോസ് ഈസ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, അതായത് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും ഈ പൾമണറി ഇഡിമ ഉണ്ടാകുന്നത്. മോസ്റ്റ് കോമൺ കോസസ് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ. ദെൻ നെക്സ്റ്റ് പിന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ. അതായത് നമുക്ക് പൾമണറി ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ നിന്ന് എയർ ലീക്കാവും. മെമ്പറൈൻ പെർമബിലിറ്റി കൂടിയിട്ട് എയർ ലീക്കാവും. അങ്ങനെ കാപ്പിലറി പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. പിന്നെ അതല്ലെങ്കിൽ ഡാമേജസ് ടു ആൽവിയോളർ കാപ്പിലറി ബാരിയർ. നമ്മളിപ്പോൾ ഈ ആൽവിയോളയും നമ്മുടെ ബ്ലഡ് വെസലും തമ്മിലുള്ള അത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാപ്പിലറി ഈ ഭാഗത്തുള്ള പെർമിയബിലിറ്റി, എന്തെങ്കിലും വാളിന് ഡാമേജ് ഒക്കെ വരുമ്പോഴും നമുക്ക് വെള്ളക്കെട്ട് വരും. അതുപോലെ തന്നെ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴും നമുക്ക് ലങ്സിൽ വെള്ളം കെട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കോസസ്. അതിൻ്റെ മോസ്റ്റ് കോമൺ കോസസ് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റും റൈറ്റും മാറിപ്പോയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലൂറൽ എഫ്യൂഷനും ലെഫ്റ്റാണ് പറഞ്ഞത്, പക്ഷേ പൾമണറി എംബോളിസത്തിൽ നമ്മൾ റൈറ്റാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കഫ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൻ്റെ സ്പ്യൂട്ടം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ്. ക്ലിനിക്കൽ ഫീച്ചറിൽ നമ്മൾ കഫ് പറഞ്ഞു, സ്പിറ്റ് പറഞ്ഞു അല്ലേ. സ്പിറ്റിൻ്റെ വരുന്ന സ്പ്യൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടം ആയിരിക്കും. പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടമാണ് നമുക്ക് പൾമണറി ഇഡിമയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്റേ ഫൈൻഡിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റേ ഫൈൻഡിങ്സിൽ ഫസ്റ്റ് കാണുന്നൊരു സാധനമാണ് കേർലി ബി ലൈൻസ്. ബിയും ഉണ്ട് കേട്ടോ, എയും ഉണ്ട്. കേർലി ബി ആൻഡ് എ ലൈൻസ്. പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ പൾമണറി ഹൈപ്പർടെൻഷൻ വെയിൻസ് എല്ലാം എൻഗോർജ്ഡ് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അപ്പെക്സിലുണ്ടല്ലോ, ലങ്സിൻ്റെ അപ്പെക്സിൽ ഈ വെയിൻസ് ഇങ്ങനെ എൻഗോർജ്ഡ് ആയി നിൽക്കുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് സെഫലൈസേഷൻ മീൻസ് എൻഗോർജ്ഡ് വെയിൻസ് ഇൻ ദ അപ്പെക്സ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ബാറ്റ് വിങ് അപ്പിയറൻസ്. അത് നമ്മൾ പറയുന്നത് പ്ലൂറൽ എഫ്യൂഷനും കൂടെ വരുമ്പോഴാണ്. നമുക്ക് പൾമണറി ഇഡിമയുടെ കൂടെ വരുമ്പോഴാണ് നമുക്ക് ബാറ്റ്സ് വിങ് അപ്പിയറൻസ് ഓഫ് ദ ചെസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ബാറ്റ് വിങ് അപ്പിയറൻസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പെത്തോളജി അത് ഇമ്പോർട്ടൻ്റ് ആണ്. പെത്തോളജി എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഇൻറ്റുറേഷൻ ഓഫ് ലങ്സ് ഈസ് സീൻ ഇൻ പൾമണറി ഇഡിമ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു LDHൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് പ്ലൂറൽ എഫ്യൂഷനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പ്ലൂറൽ എഫ്യൂഷനിലാണ് വരുന്നത് LDH. പൾമണറി എംബോളിസം എഴുതിയത് തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. ഞാനത് സെർച്ച് ചെയ്തപ്പോൾ കണ്ടു LDH ഈസ് മോർ സീൻ ഇൻ പ്ലൂറൽ എഫ്യൂഷൻ. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ LDH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ലാക്റ്റിക് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലാർ ഇഞ്ചുറി ഉണ്ടാവുന്ന ഏത് സ്ഥലത്തും LDH റൈസ് ആവും. അപ്പോൾ ഇവിടെ പ്ലൂറൽ എഫ്യൂഷൻ ഭയങ്കര കൂടുതലാവുമ്പോഴാണ് നമുക്ക് LDH ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് അങ്ങനെയാണ് പറഞ്ഞത്. ബെസ്റ്റ് ഡിഗ്രി ഓഫ് ഇൻഡിക്കേറ്റർ ഓഫ് പൾമണറി പ്ലൂറൽ എഫ്യൂഷൻ ഈസ് LDH. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പൾമണറി ഇഡിമയിൽ, ഇത്രയൊക്കെ പറയണത്. മെയിനായിട്ട് ഈ ബ്രൗൺ ഇൻഡ്യൂറേഷൻ ഓർത്ത് വെക്കുക, ബാറ്റ് വിങ് അപ്പിയർസ്, കേർലി ബി ലൈൻസ്, സെഫലൈസേഷൻ, കഫ് സ്പിറ്റ് പിങ്ക് ഫ്രോത്തി സ്പ്യൂട്ടം, പിന്നെ അതിൻ്റെ കോസ് ലെഫ്റ്റും പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതും ആണ് മെയിനായിട്ട്. ഇത്രയേ ഉള്ളൂ പൾമണറി ഇഡിമ.